ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര കാപ്പിൽ ബീച്ചിലേക്കാണ്. അതായത് കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിൽ കിടക്കുന്ന ഒരു ബീച്ചാണ് കാപ്പിൽ ബീച്ച്. ഇവിടെ നമുക്ക് അടിപൊളി കാഴ്ചകളുണ്ട് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം, ഒരു വള്ളം കിടപ്പുണ്ട്. ഫിഷിങ്ങിനൊക്കെ പോകുന്ന ഒരു വെള്ളമാണ് ഇപ്പോൾ ഇവിടെ കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബീച്ചിൻ്റെ ഒരു സൈഡിലാണ്. നമുക്ക് അടുത്ത സൈഡിലോട്ട് നടന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാപ്പിൽ ബീച്ചിലെ കാഴ്ച. നമുക്ക് കണ്ടോ, അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ടും ഉണ്ട്, പക്ഷേ ശരിക്കും നമ്മുടെ കാഴ്ചകളൊക്കെ കിടക്കുന്നത് ആ സൈഡിലോട്ടാണ്. നമുക്ക് ആ സൈഡിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ ആ സൈഡിൽ നിന്ന് മുകളിൽ കയറി ഇപ്പോൾ നമുക്ക് ബീച്ച് കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കാണാം. വൈകിട്ടൊക്കെ ഇവിടെ നിറയെ ആളായിരിക്കും, നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ റോഡ്, മെയിൻ റോഡിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പരവൂർ കായൽ. ആ കായലിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരെയായിട്ട് നമുക്ക് ഒരു ബ്രിഡ്ജ് കാണാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ റെയിൽവേ ബ്രിഡ്ജാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ടൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമുക്കിതൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോൾ നടക്കുന്നത് ഒരു സൈഡിൽ കടൽ, തൊട്ടപ്പുറത്ത് റോഡ്, അതിൻ്റെ അപ്പുറത്ത് കായൽ, അങ്ങനെ ഭയങ്കര അടിപൊളി ഒരു സ്ഥലത്തൂടെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ ഏരിയൽ വീഡിയോസ്, അതായത് നമ്മുടെ ഡ്രോണൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വെഡ്ഡിങ് വീഡിയോസൊക്കെ ഒരുപാട് എടുക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ആ സൈഡിൽ കാണുന്നത് വാട്ടർ സ്പോർട്സിൻ്റെ ഒരു സംഭവമാണ്. ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്, നമുക്ക് കയാക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. നമുക്ക് ആ കായലിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. വൈകുന്നേരം ഇതിലേക്കിടക്ക് നടക്കാനൊക്കെ നല്ല രസമാണ്. ഇത് വേറൊരു രസമുള്ള കാര്യം എന്താ പറയുക, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ടൊരു 15-20 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്, ഈ ഒരു അടിപൊളി സ്ഥലത്തേക്ക്. പക്ഷേ ഞാൻ ശരിക്കും ഇവിടെ വന്ന് നല്ലപോലെ ഒന്ന് കാണുന്നത്, ഈ റോഡിൽ കൂടെ പല പ്രാവശ്യം പാസ് ചെയ്ത് പോയിട്ടുണ്ട്, എന്നാൽ പോലും ഇവിടെ ശരിക്കും വരാനൊരു അവസരം ഉണ്ടാകുന്ന ഒരു 1-2 വർഷത്തിന് മുമ്പാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോയി. ഇതിന് ശേഷം മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ വരും. അതിന് മുമ്പ് ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഇതുവഴി നമ്മൾ വർക്കല ബീച്ചൊക്കെ ഇതിന് അടുത്താണ്, ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ഒന്നുമില്ല, ഒരു 5-6 കിലോമീറ്റർ അതിനകത്തേ ഉള്ളൂ. അപ്പോൾ വർക്കല ബീച്ചിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇവിടെ ഇറങ്ങത്തില്ല, നമ്മൾ ഈ റോഡ് വഴി പാസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ മിക്ക എല്ലാ മാസവും നമ്മൾ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ വെറുതെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന വഴിക്കായിരിക്കും, വെറുതെ ഒരു കടയിലോട്ട് പോകുമായിരിക്കും. അപ്പം കൂടെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും, നമുക്ക് പരവൂരോട്ട് പോകാമല്ലോ. ഓക്കെ പോവാം. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വരുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു ഫീലാണ്. വൈകുന്നേരം നമുക്ക് ഇതിലേക്കൂടെ നടന്നു പോകാനും ഒക്കെ നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇത്തിരി സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ആൾ വരും. അപ്പോൾ നമുക്ക് അതിന് മുമ്പല്ല, നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ബീച്ചിൻ്റെ അങ്ങറ്റത്തെ കുറച്ച് കാഴ്ചകളുണ്ട്, നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ ഏകദേശം എത്താറായി. ഇവിടെ എത്താറാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് റൂം അവൈലബിൾ, ചെറിയ റൂംസ്, പിന്നെ കുറേ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ റൂംസൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഫ്രണ്ടിൽ കുറേ കാറ്റാടി മരങ്ങൾ, പിന്നെ മുള വെച്ചിട്ടുള്ള ഗിരികൾ, ചെറിയ റൂമുകൾ. ഇവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. അത് റെൻറ്റിനെ പറ്റി എനിക്ക് വലിയ ഇല്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങ് എത്താറായി. അപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കായലിൻ്റെ കരയിലായിട്ട് കുറേ കാറ്റാടി മരങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണാം. നല്ലൊരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കാം. നല്ല രസമുണ്ട് കാണാം അല്ലേ.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. നമുക്കിവിടെ ഇറങ്ങി ഈ കായലിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കടലാണ് കേട്ടോ. അപ്പോൾ ഈ കടലിൻ്റെയും കായലിൻ്റെയും നടുക്കാണ് ഈ ഒരു കാറ്റാടി മരങ്ങൾ നിൽക്കുന്നൊരു സ്ഥലം വരുന്നത്. കണ്ടോ നോക്കിയേ, കുറേ ആൾക്കാരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പുറത്ത് കായലിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു തുരുത്ത് പോലൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു പഴയ വള്ളമൊക്കെ കിടപ്പുണ്ട്. കാണാൻ നല്ല അടിപൊളി രസമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ നോക്കിയാലോ. അങ്ങോട്ട് അപ്പം നമ്മൾ നടന്ന് കാറ്റാടി മരങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് ഈ ബീച്ചിൻ്റെ ഏകദേശം അറ്റത്തെത്തിയിട്ടുണ്ട്. ബീച്ച് വേണ്ട ഇതാണ് കേട്ടോ. അത് ഇപ്പോഴത്തെ സൈഡിലാണ് നമ്മുടെ കായൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനാണ് വേറൊരു പ്രത്യേകതയുള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു പൊഴിയാണ്. പൊഴി എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ, ഈ കായലും കടലും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ കായലിലൊക്കെ വെള്ളം കയറുമ്പോഴും ഈ പൊഴി തനിയെ മുറിഞ്ഞിട്ട് ആ വാട്ടർ കടലിലോട്ട് പോയിട്ട് ലെവൽ കറക്റ്റാവും. അപ്പോൾ അതാണ് പൊഴിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ കാപ്പിൽ ബീച്ചിലെ വേറൊരു പ്രത്യേകതയാണ് ഈ പൊഴി. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട സ്ഥലത്തോട്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കായലിൽ കുറച്ച് സാധനങ്ങളുണ്ട്. എന്താ ജെല്ലി ഫിഷാണോ തോന്നുന്നു. എടാ മോനെ ഇത് പിടിച്ച് പൊക്കി കാണിച്ചേ. ഇതെന്താ സാധനം? എന്തത് ജെല്ലി ഫിഷാണോ? ഇതുവരെ നീ നല്ലപോലെ പൊക്കി കാണിയിരിക്കണേ. എന്താ പേടിയാണോ പിടിക്കാൻ? ആണോ? ചൊറിയോ ഇത്? ഇത് കഴിക്കാനൊക്കെ പറ്റുമോ? എന്താ? ആ ഇപ്പോഴാണോ നിങ്ങൾ കാണുന്നത്? എപ്പോഴാണോ? നല്ല ഭംഗിയുണ്ടല്ലേ. അയ്യോ വേണ്ട, ഇതിനകത്ത് ഫുള്ളതാണ്. അപ്പോൾ വേണ്ട, ഈ വെള്ളത്തിൽ കുറേ സാധനമുണ്ട്. നമുക്ക് നല്ല രസമുണ്ടല്ലേ. ആണോ? നിങ്ങളിവിടെ ഉള്ളതാണോ? പിന്നെ ചെറിയ കുളിക്കാൻ വന്നതാണോ? ഇതിനെ കാണാൻ വന്നതാണോ? ബീച്ച് കാണാൻ വന്നതാണോ? ആ ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെറിയ സ്ഥലം, അവിടെ ഒരു പഴയൊരു വെള്ളമൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം. ചെറിയൊരു തെങ്ങ് അവിടെ ക്രോസ് ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ വേണം പോവാൻ. അയ്യോ ആഹാ, വലിയ കുഴപ്പമില്ല. പേടി തോന്നുന്നുണ്ട്, ഇപ്പൊ തോന്നുന്നുണ്ട്. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. കുറേ കൊച്ചിലൊക്കെ ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ. ഇപ്പോൾ കുറേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ അറിയാം. ഇത്രയും ലേറ്റായെന്ന് ആലോചിക്കുമ്പോഴാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അത്ര ഒരു താല്പര്യം തോന്നിയിട്ടില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ അധികം വരാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നടന്ന് കുറച്ച് തളർന്നു. അപ്പോൾ ഇത് കണ്ടോ, അതാണ് നമ്മൾ നല്ല അപ്പുറത്തുനിന്ന് കണ്ട സ്ഥലം. അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു പഴയൊരു വള്ളം വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് നല്ല രസമായിരിക്കും കേട്ടോ, ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ. ശരിക്കും ഇവിടെ കുറേ വെഡ്ഡിങ് വീഡിയോസൊക്കെ എടുക്കാൻ കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ മിക്ക ദിവസം ഇവിടെ വരുമ്പോൾ ഡ്രോണൊക്കെ വെച്ചിട്ടും
ഒക്കെ വെഡ്ഡിങ് വീഡിയോസൊക്കെ എടുക്കുന്ന നമുക്ക് കാണാം. നല്ലൊരു ലൊക്കേഷനാണ്, നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള. എന്നിട്ട് അപ്പുറത്തൊരു പാലം കണ്ട, നമ്മൾ നേരത്തെ കണ്ട റോഡിൽ നിന്ന് റോഡ് കയറി വരുന്ന പാലമാണ്. നമ്മൾ ആ പാലത്തിൽ കൂടെ കയറി വരുന്നത് നമ്മുടെ വീഡിയോയുടെ ആദ്യം കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നമ്മളിവിടെ അടുത്തെങ്ങും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ വള്ളത്തിൻ്റെ അടുത്തെത്തി. നല്ല രസമുണ്ടല്ലേ. ചേട്ടാ നമ്മൾ നേരത്തെ നടന്നു വന്നത് വേണ്ട ആ കാണുന്ന കാട്ടിൽ കൂടെ നമ്മൾ നേരത്തെ നടന്നു വന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെയായിരുന്നു നമ്മൾ നടന്നു വന്നത്. അവിടെ നിന്നാണ് നമ്മളിത് കണ്ടത്. അവിടെ നിന്ന് നമ്മൾ കറങ്ങി ഇവിടെ എത്തി. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോഴും ഇതിൻ്റെ മണ്ടയിൽ നിന്ന് കയറി നോക്കാം. സൂപ്പർ അല്ലേ. ഇവിടേക്ക് ഇരുന്നിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാൻ. നമ്മൾ ചിലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഡ്രോണൊക്കെ വെച്ചിട്ട് കപ്പിൾസ് വെഡ്ഡിങ് വീഡിയോസ്, പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ. അപ്പോൾ കപ്പിൾസ് ഇവിടെ ഇരുന്നിട്ട് ഡ്രോണൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സീൻസ് എടുക്കുന്നത് അവരോട് വരുമ്പോൾ കാണാറുണ്ട്. നമ്മുടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഫോട്ടോഷൂട്ടിനോ വെഡ്ഡിങ് വീഡിയോ ഷൂട്ടിനോ ഒക്കെ ഇവിടെ വരാം. നല്ല അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല, സൂപ്പർ സ്ഥലം. പിന്നെ വേറൊരു രസകരമായ കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ബോർഡറിലാണ് വരുന്നത്. ഈ ബോർഡറിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ തിരുവനന്തപുരത്തെ കൊല്ലത്തെ ആൾക്കാർ തമ്മിൽ ഭയങ്കര തർക്കമാണ്. ഇത് ഞങ്ങളുടെ കൊല്ലത്താണുള്ളത് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ തിരുവനന്തപുരത്താണുള്ളതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തർക്കമാണ്. പ്രത്യേകിച്ച് ഈ ട്രോൾ ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള അടികളൊക്കെ നടക്കുന്നതാണ്. സീരിയസ് ആയിട്ടുള്ള അടിയല്ല, നല്ല രസകരമായിട്ടുള്ള അടികൾ. സത്യത്തിൽ ഇത് വരുന്നത് ബോർഡറിലാണെങ്കിൽ പോലും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നതെന്നാണ് എൻ്റെ അറിവ്. എന്നാലും നമ്മുടെ കൊല്ലംകാർക്കാണ് ഇത് അടുത്ത് കിടക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് വരണമെങ്കിൽ ഏതാണ്ട് 10-60 കിലോമീറ്റർ ഉണ്ട്. കൊല്ലത്ത് നിന്ന് എന്തായാലും അത്രയും ദൂരമൊന്നുമില്ല. അതുകൊണ്ട് കൊല്ലംകാർക്കാണ് ഇത് ഞങ്ങളുടെ കൊല്ലത്താണ് എന്നുള്ളൊരു ഫീലാണ് കൊല്ലംകാർക്ക്. അതുകൊണ്ടാണ് ഇത് വിട്ടുകൊടുക്കാത്തത്. ശരിക്കും ഇത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് കിടക്കുന്നത്, പക്കാ ബോർഡറാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയി. ഇപ്പോൾ സൺസെറ്റായി, ഏകദേശം സൺസെറ്റ് ആയി എന്ന് തന്നെ പറയാം. സൂര്യനെ ഒന്നും കാണുന്നില്ല. നമുക്ക് ലൈറ്റ് പോകുന്നതിന് വേണ്ടി നമുക്ക് ആ എൻഡിൽ ബീച്ചിൻ്റെ സൈഡിലും കൂടെ ഒന്ന് പോവാം. ഇതൊക്കെ ഓരോ റിസോർട്ടുകളാണ്, നമുക്കിവിടെയൊക്കെ വന്ന് താമസിക്കാം. ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള റിസോർട്ടുകളാണ്. അപ്പോൾ വീണ്ടും നമ്മൾ തെങ്ങിൽ കൂടെ നടക്കാൻ പോവുകയാണ്. ഇവിടെ എന്തായാലും 2 തെങ്ങുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ ഈസിയാണ്. അപ്പുറത്ത് നമ്മൾ ഒറ്റ തെങ്ങിൽ കൂടെ നടന്ന അതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. വേണ്ട കായൽ അങ്ങോട്ട് പോകുന്നു, അവിടെ നല്ല രസമുണ്ടല്ലേ. അതുകൊണ്ട് വീണ്ടും നമ്മൾ ബീച്ചിൻ്റെ സൈഡിലെത്തി. അപ്പുറത്തുനിന്ന് വീണ്ടും ബീച്ചിൻ്റെ സൈഡിലെത്തി. സൂര്യനൊക്കെ അസ്തമിച്ചു. ഇവിടെ വന്ന് വൈകുന്നേരം വന്നിരുന്ന് സൺസെറ്റൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരല്ല, ഇങ്ങോട്ട് ട്രിപ്പ് വരുന്നവരൊക്കെ ഫസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കൊല്ലം, ട്രിവാൻഡ്രം അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് ബസ് അവൈലബിൾ ആണ്. പിന്നെ ട്രെയിനുണ്ട്. അടുത്ത സ്റ്റേഷനുകളിൽ പരവൂരും വർക്കലയും റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ടൊക്കെ നമുക്ക് അടുത്ത് വരാൻ പറ്റും. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വലിയ ദൂരമൊന്നുമില്ല. നമുക്കിവിടുന്ന് വർക്കല ക്ലിഫ് ബീച്ച് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വർക്കലേക്ക് നമുക്കിവിടുന്ന് അടുത്താണ്, ഏതാണ്ട് 6 കിലോമീറ്ററോ മറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് വർക്കലയിൽ നമുക്ക് വേറെ ദിവസം പോകാം. ഇന്നിപ്പോൾ ആരും മിസ് ചെയ്യരുത് ഈ ഒരു പ്ലേസ്, വരാത്തവർ. ഇതൊക്കെ ഭയങ്കര തിരക്കാണ്, കണ്ടില്ലേ, നല്ല ആളുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇവിടെ വരും എല്ലാ ദിവസവും വൈകുന്നേരം. വർക്കിംഗ് ഡേ ആയാലും ഹോളിഡേ ആയാലും ഒക്കെ വൈകുന്നേരം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. മിക്കവാറും എല്ലാവരും വരുന്നുണ്ട്. ഇനിയും വരാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കാണണം, ആരും മിസ് ചെയ്യരുത്. വീണ്ടും ബീച്ചിൻ്റെ സൈഡിൽ
രസമാണ് കാലത്ത്. കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി കാലത്ത് കളിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ചു. ഇവിടെ അസ്തമിക്കുന്നത് കാണാനും ഭയങ്കര. ഇപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. ഭയങ്കര രസമാണ് ഇരിക്കുന്നത്. നല്ല കാറ്റും ആ ഒരു എന്താ പറയുന്നത് തിരകളുടെ സൗണ്ടും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കാപ്പിൽ ബീച്ചിലെ കാഴ്ചകൾ? കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ കാപ്പിൽ ബീച്ചിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ലൈക്ക്, ഡിസ്ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, കമൻറ്റ് കാര്യങ്ങളൊന്നും മറക്കരുത്. വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.